മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കണ്ണൻ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ മാസത്തിൽ 5 ദിവസം പോയി ചികിത്സയ്ക്കായി കിടക്കത്തില്ലേ. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴല്ലേ ശക്തി എന്ന് പറയുന്ന ഗുണ്ടയെ മേഘനാഥൻ ഏർപ്പാടാക്കി അങ്ങോട്ടേക്ക് അയച്ചതും. മേഘനാഥൻ്റെ നിർദ്ദേശപ്രകാരം ശക്തി ആരോരും അറിയാതെ കണ്ണനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ തൻ്റെ പ്രതിരോധത്തിനായിട്ട് കാലുകളുടെ വിരലുകൾ ചലിപ്പിക്കാൻ തുടങ്ങിയതുമൊക്കെ. അങ്ങനെ വീണ്ടും കണ്ണൻ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ 5 ദിവസത്തെ ചികിത്സയ്ക്കായിട്ട് പോകുന്നുണ്ട്. അന്നേരം മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, എനിക്ക് ഇത്തവണ മേഘനാഥനെയും മാമദേവനെയും എല്ലാവരെയും ഒരുമിച്ചൊന്ന് കണ്ട് സംസാരിക്കാനുണ്ട്. അന്നേരം മഹി ചോദിക്കുന്നുണ്ട്, എന്തിനാ അവരെയൊക്കെ കണ്ട് ഓരോന്ന് സംസാരിക്കുന്നേ, അവർ നമ്മുടെ ശത്രുക്കളല്ലേ. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, അതൊക്കെ ഉണ്ട്, എനിക്ക് അവരെ കണ്ട് 2 വർത്താനം പറഞ്ഞില്ലേ സമാധാനമാകില്ല. ഒന്നുമില്ലെങ്കിൽ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷനൊക്കെ കൊടുത്ത് ആളിനെ പറഞ്ഞു വിട്ടത് ആ മേഘനും വാമനും കൂടി ചേർന്നിട്ടല്ലേ. കൂടെ ആ പ്രതാപനുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അയാളെ കാണുമ്പം തന്നെ എനിക്കങ്ങ് ദേഷ്യം ഇരച്ചു കയറി വരും. പ്രതാപൻ തന്നോട് കാണിച്ച ആ ക്രൂരത ഓർത്തിട്ടാണ് എനിക്ക് അയാളോട് ദേഷ്യം. പക്ഷേ വാമദേവൻ എന്നോട് കാണിച്ചതും. ഇപ്പം നമുക്ക് അയാളെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് മഹാലക്ഷ്മിയും കണ്ണനും. മേഘനാഥൻ എന്തൊക്കെ പറഞ്ഞാലും കണ്ണനെ കാണുമ്പോൾ ഒന്ന് പതറിപ്പോകുന്നു. കാരണം മേഘനാഥൻ വിചാരിച്ചത് മഞ്ജുവിനോടുള്ള പിണക്കമൊക്കെ മാറി തങ്ങൾക്ക് തരാനുള്ള സ്വർണവും പണവും ഒക്കെ തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിളിപ്പിച്ചതെന്ന്. അങ്ങനെ ആ ഒരു സ്നേഹത്തിനൊക്കെ സംസാരിക്കുന്നുണ്ട്. നേരം കണ്ണൻ പറയുന്നുണ്ട്, നീ വലിയ ഫോർമാലിറ്റി ഒന്നും എന്നോട് കാണിക്കണ്ട, എനിക്കതിൻ്റെ ആവശ്യമില്ല. നിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മഞ്ജുവിനേക്കാളും കൂടുതൽ അറിയാവുന്നത് എനിക്ക് തന്നെയാണ്. അന്നേരം മേഘൻ ചോദിക്കുന്നുണ്ട്, എന്താ കണ്ണാ ഇത്, നിനക്ക് എന്നോടുള്ള ദേഷ്യം തീർന്നില്ലേ. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ ദേഷ്യം മാറണമെങ്കിൽ എൻ്റെ അനിയത്തി സ്വസ്ഥവും സമാധാനവുമായിട്ട് ഇവിടെ ജീവിക്കണം. അതിന് അവൾക്കൊരു സമാധാനക്കേടും ഇല്ലല്ലോ എന്ന് മേഘനും വാമദേവനും പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അവൾക്ക് സമാധാനമുണ്ടോ സമാധാനക്കേടാണോ എന്ന് ഇന്ന് ഞാൻ കണ്ടു. ഇന്നവൾ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് വന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, നാളെ ഞാൻ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സയ്ക്കായിട്ട് പോവുകയാണ്. പതിവ് പോലെ എൻ്റെ കൂട്ടിന് അനന്തവും കൂടെ മഹാലക്ഷ്മിയും ഉണ്ടാകും. ഇത് ഞാൻ എന്തിനാ നിങ്ങളോട് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എങ്കിലും എന്തിനാ ഞാൻ പറഞ്ഞതെന്ന് വ്യക്തമായി പറഞ്ഞു തരാം. നേരത്തെ എന്നെ കൊല്ലാനായിട്ട് ഏതോ ഒരു ഗുണ്ടയെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. നല്ലവനായ ഒരു ചെറുപ്പക്കാരനുണ്ടായോണ്ട് എൻ്റെ ജീവൻ ഇപ്പോഴും നിലനിർത്തി പോകുന്നു. എന്നിരുന്നാലും നിങ്ങളോടെല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. കാരണം അങ്ങനെ ഒരു ഗുണ്ടയെ അയച്ച് അയാളെന്നെ ആക്രമിക്കാൻ വന്നപ്പം പ്രതിരോധത്തിനായിട്ട് ഞാൻ എൻ്റെ കാലിൻ്റെ വിരലുകൾ ചലിപ്പിച്ചു. അങ്ങനെ എനിക്ക് പകുതി ചലനശേഷി കിട്ടിയെന്ന് തന്നെ പറയാം. ഇനിയും ഞാൻ പോകുന്ന സമയത്ത് ഇതുപോലുള്ള ആരെങ്കിലും പറഞ്ഞയക്കണം, എങ്കിൽ മാത്രമേ എൻ്റെ പൂർണ്ണ ചലനശേഷി കിട്ടൂവെന്ന് കണ്ണനൊന്ന് ആക്കി പറയുന്നു. അത് കേട്ട് വാമദേവൻ പറയുന്നുണ്ട്, എന്താ മോനെ ഈ പറയുന്നത്, നിന്നെ ഞാൻ എൻ്റെ മകനെ പോലെ കണ്ടിട്ടുള്ളൂ. അന്നേരം കണ്ണൻ പറയുന്നു, നിർത്ത്, ഇനി എന്നെ മകൻ എന്നുള്ള രൂപത്തിൽ കണ്ടു എന്നൊന്നും പറയരുത്. അത് കേൾക്കാൻ തന്നെ എനിക്ക് നാണമാകുന്നുണ്ട്. നിങ്ങളൊക്കെ എന്നെ എത്രമാത്രം വെറുത്തുവെന്നും ഇപ്പോഴെത്രമാത്രം വെറുത്തുകൊണ്ടിരിക്കുകയെന്നും എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എൻ്റെ ചികിത്സാ രീതികളെല്ലാം നിങ്ങൾ തന്നെയല്ലേ മേൽനോട്ടം നടത്തി നോക്കിയത്. അന്ന് ഏതെങ്കിലും ഒരു ശക്തമായ മരുന്ന് എൻ്റെ ഉള്ളിൽ പോയിരുന്നെങ്കിൽ നിങ്ങളുടെ മകൻ നിൽക്കുന്നത് പോലെ ഞാൻ ഇന്ന് നിന്നേനെ. ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. എല്ലാത്തിനും കൂട്ടായിട്ട് നിങ്ങളുടെ പെങ്ങളായിട്ടുള്ള എൻ്റെ രണ്ടാനമ്മയും കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ടിട്ട് വാമദേവൻ വിഷമം അഭിനയിക്കുന്നു. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, വേണ്ട, അഭിനയമൊന്നും വേണ്ട. നിങ്ങൾ എൻ്റെയോ മഹാലക്ഷ്മിയുടെയോ നേരെ ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കില്ല. അത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്ക്. കാരണം ഞങ്ങളെ സഹായിക്കാൻ ദൈവിക ശക്തി തന്നെ കൂടെയുണ്ട്. നിങ്ങൾ എൻ്റെ ലക്ഷ്മിയുടെ കണ്ണിലേക്കൊന്ന് നോക്ക്. അവളുടെ കണ്ണിൽ യാതൊരു നിരാശയില്ല. കാരണം എന്താണെന്നറിയോ, അവൾക്ക് അത്രമാത്രം പ്രതീക്ഷയുണ്ട്. ഞാൻ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരും, എണീറ്റ് നടക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാതിരിക്കില്ല. 2 ദിവസമായി മഞ്ജുവിൻ്റെ മുഖത്ത് നല്ല വാട്ടമുണ്ട്. കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. നേരത്തെയൊക്കെ ആണെങ്കിൽ എന്നോടും ലക്ഷ്മിയോടും കടിച്ചു കയറുന്ന രൂപത്തിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവളുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ നല്ല മാറ്റമുണ്ട്. അല്പം സ്നേഹമൊക്കെ കാണിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അതിനർത്ഥം നിന്നോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും എന്തോ ഒരു കുറവ് വന്നിട്ടുണ്ട്. മിക്കവാറും നിൻ്റെ എന്തെങ്കിലും കള്ളക്കളി അവൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നു മേഘ, നീ കണ്ണൻ്റെ മറ്റൊരു മുഖം കാണേണ്ടി വരും. എൻ്റെ അനുജത്തിയുടെ ജീവിതം തുലയ്ക്കാൻ നിനക്ക് അവകാശമില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. എന്നിട്ടും നീ കേട്ടില്ല. നിന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അവളുടെ അമ്മയും സഹോദരനും ഒക്കെ പൂർണ്ണ സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അവർക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലാകുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. അതേസമയം ദുർഗയും മഞ്ജുവും അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്.
കണ്ണേട്ടനെ കണ്ടതും അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. നീ ഇപ്പോഴെങ്കിലും ഇവളുടെ സുഖവിവരം അന്വേഷിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നല്ലോ എന്ന് പറയുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ അതിനല്ല വന്നത്, ഇവർക്ക് 2 താക്കീത് കൊടുക്കാനാണ് വന്നത്. അപ്പോഴേക്കും ദുർഗയുടെ മുഖം വാടുന്നുണ്ട്. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ഏട്ട ഇങ്ങോട്ടേക്ക് വന്നല്ലോ, എനിക്കൊരുപാട് സന്തോഷമായി. അന്നേരം മേഘന ആകെ അങ്ങ് അതിശയിച്ച് നിൽക്കുന്നു. കാരണം ഇത്രയും നാൾ കണ്ണനോട് വെറുപ്പും വൈരാഗ്യം വെച്ചുകൊണ്ട് നടന്നവൾ ഇപ്പം കണ്ണനോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നു. ഇവൾക്കിത് എന്ത് പറ്റി എന്നുള്ളൊരു ആ അതിശയഭാവത്തിൽ നോക്കി നിൽക്കുന്ന ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ടൻ വിഷമിക്കേണ്ട, കണ്ണേട്ടൻ എണീറ്റ് നടക്കാനാകുമെന്ന എൻ്റെ വിശ്വാസം. ഞാനും പ്രാർത്ഥിക്കാം. ഇതൊക്കെ കേട്ടിട്ട് ദുർഗയും മഹാലക്ഷ്മിയൊക്കെ അമ്പരന്ന് അവളെ തന്നെ നോക്കി നിൽക്കുന്നു. എന്നിട്ട് മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്തായാലും ലക്കിയാണ്, കണ്ണേട്ടൻ്റെ കൂടെ നിന്ന് പരിചരിക്കാൻ സ്നേഹമുള്ളൊരു ആളെ കിട്ടിയല്ലോ. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ പരിഹസിക്കുവാണോ? ഞാൻ കണ്ണേട്ടനെ പരിഹസിച്ചാണോ അതോ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണോ എന്ന് അധികം വൈകാതെ മനസ്സിലാകും. അന്നേരം കണ്ണൻ ഒരു താക്കീത് പോലെ പറയുന്നുണ്ട്, ഈ വീട്ടിൽ നിനക്ക് സ്വത്തിൻ്റെയോ പണത്തിൻ്റെയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിനക്ക് തീർച്ചയായിട്ടും എൻ്റെ അരികിലേക്ക് വരാം. നിന്നോടുള്ള സ്നേഹത്തിൽ എനിക്ക് ഒരു കുറവും വന്നിട്ടില്ല. കാരണം നീ എൻ്റെ ചോര തന്നെയാണ്, എൻ്റെ അനുജത്തി. പക്ഷേ ഈ മേഘൻ അങ്ങനല്ല, അവൻ നിന്നെ ചതിക്കും. അത് ഞാൻ പലതവണ നിന്നോട് പറഞ്ഞതാണ്. അത് കേട്ട് മഞ്ജു മനസ്സിൽ പറയുന്നുണ്ട്, എപ്പോഴേ ചതിച്ചു കഴിഞ്ഞു. പക്ഷേ കണ്ണേട്ടാ, ഇവനെ ഞാൻ അങ്ങനെയൊന്നും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇവനുള്ള തിരിച്ചടി ഞാൻ തന്നെ കൊടുത്തിരിക്കും. അന്നേരം മഹാലക്ഷ്മി മഞ്ജുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ആരോടും ഒരു വിരോധമോ ദേഷ്യമോ ഒന്നുമില്ല. കണ്ണേട്ടൻ നടക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കണ്ണേട്ടൻ്റെ ഭാര്യ എനിക്ക് ഏട്ടത്തിയമ്മ തന്നെയാണ്. ആ രീതിയിൽ പെരുമാറാനും സ്നേഹിക്കാനുമാണ് എനിക്കിപ്പോൾ ഇഷ്ടം. അതൊക്കെ കേട്ട് ദുർഗ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾ സ്വത്തിന് വേണ്ടിയിട്ട് സ്നേഹത്തിൽ നിൽക്കാൻ തുടങ്ങിയോ? എന്തായാലും ഇവൾ എൻ്റെ മകൾ തന്നെ, മഹാലക്ഷ്മിയുടെ മുമ്പിൽ വെച്ച് അവളെ വഴക്കൊന്നും പറയണ്ട. അന്നേരം മഞ്ജു മനസ്സിൽ പറയുന്നുണ്ട്, ഇനിയെങ്കിലും ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം. മാത്രമല്ല ഈ മേഘനാഥനുള്ള തിരിച്ചടി ഞാൻ തന്നെ കൊടുക്കണം. അതേസമയം കണ്ണൻ മേഘനോട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇറങ്ങുക, എനിക്കുള്ള കൊട്ടേഷൻ എന്തുവാന്ന് വെച്ചാൽ പറഞ്ഞു വിട്ടോളൂ. അങ്ങനെയെങ്കിലും എൻ്റെ അരയ്ക്ക് താഴോട്ട് ചലനശേഷി കിട്ടുന്നെങ്കിൽ ആകട്ടെ എന്നൊക്കെ ഒന്ന് ആക്കി പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് മേഘനും വാമദേവനും ആകെ വിളറി വെളുത്തു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. മഞ്ജുവിൻ്റെ ഈ മാറ്റം ദുർഗാമ്മയ്ക്കും ഉണ്ണിക്കും മേഘനും ഒക്കെ ഉൾക്കൊള്ളാനാകുന്നില്ല. ഇനി അവരവളെ തിരുത്തുവോ? കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.